ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്താണെന്നല്ലേ, ചെറിയ ടൈം പാസ്. പക്ഷേ ചെറിയ ടൈം പാസ് ആണെങ്കിലും കൂടി അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടിട്ടുണ്ടാവും. ഈ സംഭവങ്ങളാണ് മൈക്രോ ഗ്രീൻസ് എന്നറിയപ്പെടുന്നത്. നോക്കിയേ, ഇത് നമ്മുടെ ചെറുപയറാണ്. ചെറുപയറിനെ മുളപ്പിച്ചിട്ടിരിക്കുക. ഇത് ഇച്ചിരി കൂടെ വലിപ്പമാകുമ്പോഴാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് തന്നെ ഞാൻ 2 ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ചെറുപയർ അത്യാവശ്യം ഇത്തിരി കൂടെ വലിപ്പമായ കുറച്ച് ചീരയ്ക്കുള്ള ഉപ്പൊക്കെ കിട്ടും. നല്ലതാ, കുറച്ച് തോരൻ വെക്കാനൊക്കെ അടിപൊളിയാണ്. പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ചെറുപയറുടെ. നമുക്ക് വീട്ടിൽ കഴിത്താൻ ഒരു മഴയും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ നോക്കി, കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്താണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മളിത് ടിഷ്യൂ പേപ്പറിലായിരുന്നു. പക്ഷേ ടിഷ്യൂ പേപ്പറെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഇത് എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കത് കട്ട് ചെയ്ത് വീണ്ടും ചെറുപയറിടാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ അത് മൊത്തം ടിഷ്യൂ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് പിന്നെ അതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ട്. ഇതാണെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് മണ്ണ് ഒഴിച്ചിട്ടുണ്ട്. ചെടി ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാൻ ഇച്ചിരി കൂടെ വലിപ്പം വേണം. പിന്നെ ഇവിടെ ഇതാണ്ടോ, സുന്ദരിയായി കാട് പോലെ വളർന്ന് നിൽക്കുന്നത്. ഇത് നമ്മുടെ മുതിരയാണ്. മുതിര പറഞ്ഞാൽ കൊള്ള്. അതാണ് അതിൻ്റെ ചെടിയാണ്. നോക്കൂ, അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് പുറത്ത്. അതും അതുപോലെ വലിപ്പം വന്നിട്ടില്ല. ഇച്ചിരിയൊക്കെ വലിപ്പം വന്നിട്ടുള്ളൂ. പക്ഷെ ഇത് കുഞ്ഞു ചെടിയാകുമ്പോൾ ഒരുപാട് നോക്കൊന്നുമില്ല. ഇനി അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പം വരുമ്പോൾ മാത്രമാണ് നമ്മളിത് തോരനായിട്ട് വെക്കുന്നത്. നമ്മൾ പഴയ പാത്രങ്ങളിൽ ഇത് 2 ചെടിച്ചട്ടിയില്ല. ഒന്ന് നമ്മുടെ പഴയൊരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു യൂസ് ചെയ്യാത്തത്. അതിനകത്താണ് ഇച്ചിരി മണ്ണ് നിറച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഇവർ പുറത്തേക്ക് ഇതായി വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ഉലുവയില്ലേ, ഉലുവ ചീരയാണ്. അത്യാവശ്യം നല്ലോണം പോഷകഘടകങ്ങളുള്ളൊരു സംഭവമാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ചീര. പക്ഷേങ്കിലും നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ തോരനുള്ള വകുപ്പായി. അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ടു കുറച്ച് മണ്ണിനകത്താണ് വരുന്നത്. പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കുട്ടിക്കൊക്കെ കൊടുക്കാറുണ്ട്. കഞ്ഞിയിൽ ചെറുതായിട്ട് തോരനൊക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമാണത്. ഇത് പിന്നെ നമ്മുടെ സാലഡിനൊക്കെ ഇടാൻ പറ്റുന്ന സംഭവമാണ്. ഇത് കണ്ടിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇത് ടിഫിൻ ബോക്സിൻ്റെ അടപ്പില്ലേ, അടപ്പിനകത്താണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ മസ്റ്റർഡ് ഇല്ലേ, മസ്റ്റർഡ് കടുക് ഇട്ടിട്ട് മുളപ്പിച്ചതാണ്. ഇതിൻ്റെ തണ്ടിനൊക്കെ ഉണ്ടോ വല്ലാണ്ട് മെലിഞ്ഞു പോയ ആൾക്കാർ. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതപ്പോൾ സാലഡിനൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് പറിച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിത് തോരൻ വെച്ചിട്ടില്ല. അത്യാവശ്യം തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് തോരൻ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഇടഞ്ഞ് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വണക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ തന്നെ വേവും. ഇതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര തിന്നാണ് അതിൻ്റെ, സോഫ്റ്റും തിന്നും. അത് ഇല കണ്ടോ, നല്ലതാണ്. മസ്റ്റർഡ് സീഡ്സിൻ്റെ ആണത്. മൊത്തം കുറ്റിക്കാട് പോലെ വളർന്ന് നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ ആവണം. ഇതിപ്പോൾ ഞാനൊരു 4-5 ദിവസമായി 4 ദിവസമായി ഇത് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇത്രത്തോളം വളർന്നെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ലോണം വളർന്നത് ചെറുപയറാന്ന് പറയാം. കണ്ടോ, ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്ത് ഇലകൾ എടുക്കാൻ പറ്റും. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഞാൻ അത്യാവശ്യം ഇച്ചിരി വെള്ളം നനച്ച് കൊടുക്കും. പിന്നെ അകത്തന്നെ എടുത്ത് വയ്ക്കുന്നത്. ഇടയ്ക്ക് ഇത്തിരി വെയിൽ കാണിക്കാൻ വേണ്ടി പുറത്ത് വയ്ക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിത് മണ്ണിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് ടിഷ്യൂ പേപ്പറിലായിരുന്നു. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഓക്കേ.